നാട്ടാനകളുടെ ഏകത്തുകയിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കടത്തിവെട്ടിയിരിക്കുകയാണ് തൃക്കടവൂർ ശിവരാജു. 13,55,559 രൂപയ്ക്കാണ് ചീരകുളം പൂരത്തിന് ചൈതന്യം കമ്മിറ്റി തൃക്കടവൂർ ശിവരാജുവിനെ ലേലത്തിൽ വിളിച്ചത്. MS ലിഷോയ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, അങ്ങനെ തൃക്കടവൂർ ശിവരാജു ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തോൽപ്പിച്ച് ലേലത്തിൽ വലിയൊരു തുക ലേലം വിളിച്ചിരിക്കുകയാണ് ആ കമ്മിറ്റി. പറയൂ വിശേഷങ്ങൾ. ഒരേ ദിവസം ഒന്നിലധികം പൂരങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല കൊമ്പന്മാരെ തങ്ങളുടെ പൂരാഘോഷ കമ്മിറ്റിക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പലപ്പോഴും ലേലങ്ങൾ ഉൾപ്പെടെ നടക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പിന് വേണ്ടിയുള്ള ഒരു തുക, അതിനെയാണ് ഏക്കത്തുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും വലിയ ഒരു ദിവസത്തെ എഴുന്നള്ളിപ്പിന് വേണ്ടിയുള്ള ഏക്കത്തുക ഇതുവരേക്കും വന്നിരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് 13 ലക്ഷം രൂപയാണ് ഇത് ഇത്രയും നാൾ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു റെക്കോർഡ് ഏക്കത്തുക എന്നുള്ള രീതിക്ക് ഉണ്ടായിരുന്നത്. ചാലിശ്ശേരി പൂരത്തിന് വേണ്ടിയാണ്, ഇത്തവണത്തെ ചാലിശ്ശേരി പൂരത്തിന് വേണ്ടിയാണ് ആ ഒരു ഏക്കത്തുക നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തൃക്കടവൂർ ശിവരാജുവിന് അതിനേക്കാൾ കൂടുതൽ ഏക്കത്തുക ലേലത്തിലൂടെ, അതായത് ഒരു കൺസീൽഡ് ആയിട്ടുള്ള ആ ഒരു തുക എഴുതിയിടുക, അങ്ങനെ തുക എഴുതിയിടുന്ന ലേലം വിളിക്ക് സമാനമായ രീതിക്കുള്ള മത്സരത്തിൽ തൃക്കടവൂർ ശിവരാജുവിന് 13,55,059 രൂപയ്ക്കാണ് ഇപ്പോൾ ചീരംകുളം പൂരത്തിന് വേണ്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു ദിവസത്തെ ഏക്കത്തുക എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും തുകയ്ക്ക് ഒക്കെ ഒരു ആനയെ കൊണ്ടുവരുമോ എന്നുള്ളത് പലപ്പോഴും പലർക്കും ഒരു അതിശയം ഉണ്ടാകും. പക്ഷേ അപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പേരുകേട്ട കൊമ്പന്മാർക്ക് വേണ്ടിയുള്ള മത്സരം തൃശ്ശൂർ ഭാഗത്തൊക്കെ വലിയ തോതിൽ ഉണ്ടാകാറുണ്ട്. അത് ഓരോ കമ്മിറ്റിക്ക് വേണ്ടി കൊണ്ടുവരുമ്പോഴും അവർക്ക് അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയുടെ ഒരു ആഢ്യത്വത്തിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ തന്നെ നടക്കാറുള്ളത്. എന്തായാലും തൃക്കടവൂർ ശിവരാജുവിന് ചീരംകുളം പൂരത്തിന് വേണ്ടി ഇപ്പോൾ റെക്കോർഡ് ഏക്കത്തുകയ്ക്കാണ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആ റെക്കോർഡ് ഇപ്പോൾ പഴങ്കഥയായിരിക്കുകയാണ്. ഇനിയും പൂര സീസൺ വരികയാണ്. ഇനിയും ഒരുപാട് ആനകൾക്ക് ഉള്ള മത്സരം ഉണ്ടാകാനും ഇടയുണ്ട്.